ഹൈക്കോടതിയിൽ ആ ആ ഓർഡറിനകത്ത് ഒരാവശ്യമില്ലാതെ എൻ്റെ പേരെടുത്ത് ആ ജഡ്ജി പറഞ്ഞു. അതൊരിക്കലും ചെയ്യാറില്ല. ഒരു അതായത് ഇത്രത്തോളം സർവീസിൽ സീനിയറായ ഒരു സ്പെഷ്യൽ ജഡ്ജിയായ കമാൽ പാഷ ഇതെന്ന് പറഞ്ഞു എടുത്ത്, ഒരാവശ്യമില്ല പറഞ്ഞാൽ. അപ്പോൾ എനിക്കെതിരെ ഒരു സ്ട്രിക്ചറാവും അത് എന്നുള്ളത് കൊണ്ട് ഞാനതിന് സുപ്രീം കോടതി പോയി. ഇത് എക്സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് പോയി. അതിനകത്ത് അത് എനിക്കെതിരെയുള്ള ഒരു സ്ട്രിക്ചറായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നും അതെൻ്റെ ഫ്യൂച്ചർ സർവീസിനെ ബാധിക്കാൻ പാടില്ല എന്നും ഉള്ള ഉത്തരവ് കിട്ടി. അതോടുകൂടി ഞാൻ അങ്ങ് കളഞ്ഞു. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വന്ന പ്രശ്നമെന്ന് പറയുന്നത്, ഒരു ജില്ലാ ജഡ്ജിയുടെ ശമ്പളം എന്ന് പറയുന്നത് അന്ന് വളരെ കുറവാണ്. ഞാൻ ഈ സുപ്രീം കോടതിയിലൊക്കെ കേസ് നടത്താനും അതിനുമൊക്കെ 2 തവണ എനിക്ക് ഫ്ലൈറ്റിൽ പോകേണ്ടതായിട്ട് വന്നു. പിന്നെ അതിന് ഒരു ചിലവുമില്ലേ. ഇതെല്ലാം ഞാൻ എൻ്റെ PF നിന്ന് ലോൺ എടുത്ത് കൊടുക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹം വിചാരിച്ചപ്പോൾ എന്നെ ഇത്രയും ഉപദ്രവിക്കാൻ പറ്റി ആ കേസിനകത്ത്. അതായത് ഒരു പ്രതി ചേർക്കപ്പെട്ട ആൾ ആരോപണങ്ങളുടെ പുറത്ത് പ്രതിയാക്കിയതാണ്. അല്ലാതെ എനിക്കതിന് തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എൻ്റെ നോക്കേണ്ട വിഷയമല്ല. ആ തെളിവ് അത് വിശകലനം ചെയ്യേണ്ടത് വിചാരണയുടെ സമയത്താണ്. അതിൻ്റെ സമയം ആയില്ല. അങ്ങനെ പ്രതി ചേർത്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആണ് എനിക്ക് ഈ ബുദ്ധിമുട്ടുകളെല്ലാം വന്നത്. ഞാനെന്തായാലും ഇതിൽ ഗൂഢാലോചനയൊന്നും നടത്തിയിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. എൻ്റെ കൂടെ ആരും ഗൂഢാലോചന നടത്താനോ ഒന്നുമില്ല. എനിക്ക് രാഷ്ട്രീയവും ഇല്ല. ഇതൊക്കെ തമ്മിലുള്ള കാര്യങ്ങളും ഒന്നും എനിക്കില്ല. പിന്നെ ഒരു മുസ്ലിമാണെന്നുള്ളത് ശരിയാണ് ഞാൻ. ഇതല്ലാതെ ഞാൻ ഇവരുടെ ആരുടെയും വിഭാഗങ്ങളിലൊന്നും പെടുന്ന ആളല്ല. ഇത് മാത്രമല്ല, ഇനിയപ്പോൾ അതിനകത്തുള്ള ഒരു കാര്യം, ഞാനിത് ഏതാണ്ട് കളഞ്ഞു വെച്ചിരുന്ന ഒരു കാര്യമാണ്. ഇത് ഞാൻ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് ഞാൻ പ്രതിപാദിച്ചിട്ടില്ല. പക്ഷേ ഇനി എനിക്കിത് തുറന്ന് എഴുതേണ്ട ഗതികേട് വരും. അതായത് ഇപ്പോൾ എൻ്റെ ഒരു സർവീസ് സ്റ്റോറി, ഐ ആം ബോൾഡ് ബട്ട് നോട്ട് കോൺട്രവേഴ്സ്യൽ എന്ന് പറയുന്ന ക്യാപ്ഷനിൽ ഞാൻ എഴുതുന്നുണ്ട്. അതിൻ്റെ മലയാളം വെർഷൻ തീർത്ത് വെച്ചേക്കുക. അതിനെ ഒന്ന് എഡിറ്റ് ചെയ്യണമെന്നുള്ളൂ. എനിക്കതിന് സമയം കിട്ടുന്നില്ല. അതിനകത്ത് ഞാനിത് വിശദമായിട്ട് ഈ കേസിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇതുവരെ ഞാനത് വേണ്ടാന്ന് വെച്ചതാണ്. കാരണം ഇപ്പോൾ ഇങ്ങനൊരു ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തേക്കല്ലേ എന്നെക്കുറിച്ച്. അത് ഒരാവശ്യമില്ലാതെ ചെയ്തേക്കുന്നതാണ്. ഇത് കള്ളമാണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് കമാൽ പാഷ ഗൂഢാലോചന നടത്തിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗൂഢാലോചനയുടെ കാര്യം. മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാന്തപുരം മുസ്ലിയാരൊന്നും ആരും അല്ല. എനിക്ക് എല്ലാ ജനങ്ങളും എനിക്കൊരുപോലാണ്. ഇവിടുത്തെ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും കാന്തപുരം ആയാലും ആരായാലും ശരി, ഞാൻ പറയേണ്ടത് ഒരുപോലെ ആളുകളെക്കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ പറയുന്നതല്ലാതെ എനിക്കിത് ഈ പ്രത്യേകതയൊന്നുമില്ല. ഹൈക്കോടതിയുടെ വിധി വന്നില്ലേ? ഹൈക്കോടതിയുടെ വിധി ഇപ്പോൾ എൻ്റെ പേരെടുത്ത് മാത്രം പറഞ്ഞാൽ ആ വിധി യഥാർത്ഥത്തിൽ തെറ്റാണ്. അതായത് ഈ പ്രതിയാക്കാൻ പോകുന്ന ആളുകളെ വിളിച്ചിട്ട് അവരെ കൊണ്ട് ക്രോസ് എക്സാമിനേഷൻ അവസരം കൊടുത്തില്ല എന്നുള്ള കാരണത്താലാണ് ആ വിധി ശരിയല്ല എന്ന് പറഞ്ഞത്. പക്ഷേ അത് സുപ്രീം കോടതി പിന്നെ ഈ കേസിലല്ല, വേറൊരു കേസ് വന്നപ്പോൾ സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചോ അതോ 3-അംഗ ബെഞ്ചോ ആണെന്ന് മറന്നുപോയി ഞാൻ. അവരത് ശരിയായ രീതിയിൽ നിയമം വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, ഇത് ക്രോസ് എക്സാമിനേഷൻ എന്നുള്ള അവസരമൊന്നും കൊടുക്കണ്ട, അതിന് പിന്നാണ്, അതിന് മുമ്പുള്ള അവസരമാണ് 319. അതുകൊണ്ട് 319 അനുസരിച്ച് പ്രതി ചേർത്തിട്ട് മാത്രമേ ബാക്കിയുള്ള സ്റ്റേജ് വരുന്നുള്ളൂ എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പറഞ്ഞു. അതാണ് ഇപ്പോൾ നിയമം. പക്ഷേ അപ്പോഴത്തേക്ക് ഈ കേസെല്ലാം കഴിഞ്ഞു പോയില്ലേ. പിന്നെ മാത്രമല്ല, എനിക്ക് ഇതിനകത്ത് ഒരു കേസ്, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കേസ് എനിക്ക് ശരിയെന്ന് തോന്നി ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ നോക്കാറില്ല, ഇതെന്താ ഉണ്ടെന്ന്. അതിനകത്ത് ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല, എന്താ കാര്യം എന്നുള്ളതൊന്നും ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടുമില്ല.